അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബലിപെരുന്നാൾ ആശംസകൾ ഏവർക്കും. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട സ്മരണകളുടെ കൂട്ടത്തിൽ അറഫ ദിനം വളരെ പ്രധാനമാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാണെന്നുള്ള പ്രവാചക വചനം അതിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. അതായത് അറഫ സംഗമം ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ആ ഒരു കർമ്മവുമായിട്ട് ആരാധനപരമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളും അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത്. വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ശരീരവും മനസ്സും സമർപ്പിക്കുന്ന ഒരു കർമ്മമാണ് വ്രതം. ഈ സമയത്ത് സ്വാഭാവികമായി ഒരുപാട് വിജ്ഞാനങ്ങളുമായി അയവിറക്കേണ്ട സാഹചര്യമാണുള്ളത്. അറഫാ ദിനം സുബഹിന്റെ സമയം മുതൽ പ്രത്യേകമായും തക്ബീറുകളാണ് ഇതിൽ പൊതുവായി കിടക്കുന്ന ഒരു ആരാധന. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് ഉലഹിയത്താണ്. ആ ഉലഹിയത്തിൽ പങ്കെടുക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പുണ്യകരമായ ഒരു സൗഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഉലഹിയത്ത് അറുക്കുന്നവർ അവർ അതിന്റെ പരിശുദ്ധിയോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടി, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയോടുള്ള പിന്തുടർച്ച മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കർമ്മങ്ങളെ നാം ക്രമീകരിക്കണം. അഹങ്കാരത്തോടെയോ മറ്റുള്ളവർ അറുക്കുമ്പോൾ ഞാൻ മോശക്കാരനാകുമെന്ന ഉദ്ദേശത്തോടു കൂടെയോ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരാളാണെന്നുള്ള പ്രഖ്യാപനം എന്നോണമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ പ്രീതി അല്ലാത്ത, പുണ്യനബിയുടെ ഇത്തിബാ അല്ലാത്ത, ഇബ്രാഹിം മില്ലത്തിനോടുള്ള ഐക്യദാർഢ്യമല്ലാത്ത ഒന്നും നമുക്ക് ഈ ഒരു ഉലഹിയത്ത് കർമ്മത്തിന്റെ വഴിയിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ വളരെ പുണ്യകരമാണ്. ഒരു ഉലഹിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഉലഹിയത്തിന്റെ ആ മഹത്വം എന്നത് നമുക്ക് നാളെ ആഖിറത്തിൽ സഞ്ചരിക്കാനുള്ള വാഹനമായി ആ ഉലഹിയത്ത് മൃഗം വരുമെന്നുള്ളതാണ്. സ്വാഭാവികമായി ഒരാൾ ചോദിക്കുകയുണ്ടായി, 7 പേർ വരെ പങ്കുചേരാവുന്ന ഉലഹിയത്തിൽ പങ്കുകാരുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഈ ബലിമൃഗം നാളെ മഹ്ശറിൽ ആളുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും വാഹനമായി വരുമോ, അതോ എല്ലാവർക്കും കൂടി ഈ ഒരു മൃഗം ഒരു വാഹനമായി എല്ലാവരും ഒന്നിൽ കയറുന്ന രീതിയാണോ എന്നുള്ളത്. സത്യത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലത അത്രയും വിശാലമാണ്. 7 പേർ വരെ പങ്കുചേർന്ന് അറുക്കാൻ സൗകര്യമുണ്ട് എന്ന രീതിയിലുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ഈ വിശാലത നാം മനസ്സിലാക്കണം. ഈ 7 പേരുടെയും വിഹിതങ്ങൾ 7 ഉലഹിയത്താണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ 7 ഉലഹിയത്താകുമ്പോൾ 7 മൃഗം പോലെ അവർക്ക് നാളെ മഹ്ശറയിൽ ഈ മൃഗം വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്തിന്റെ വിശാലതയായിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഉലഹിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കഴിയുന്നവരൊക്കെ ആ വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കുക. ഇനി ഉലഹിയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിദേശത്തുള്ള ആളുകളുടെ ഉലഹിയത്ത് നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ വർഷം തന്നെ നമുക്ക് അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിൽ ഏറ്റ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏത് ദിവസത്തിലാണ്, അവിടുത്തെ ദിവസത്തിലാണോ ഇവിടുത്തെ അയ്യാമത്തെ ശരീരത്തിലാണോ നാം അറക്കേണ്ടത് എന്ന് അവിടെ സ്വാഭാവികമായി പലരും ചോദിച്ച ചോദ്യമാണ്. അതിന് ഉത്തരം നമുക്ക് അവിടെയും ഇവിടെ അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിൽ പെടുന്ന ദിവസത്തിൽ ആയിരിക്കണം ഉലഹിയത്ത് അറക്കേണ്ടത്. അവിടുത്തെ ദിവസവും പരിഗണിക്കും, ഇവിടുത്തെ ദിവസവും പരിഗണിക്കും. രണ്ടും ഈ ബലിപെരുന്നാളിന്റെ ഉലഹിയത്ത് അറക്കാവുന്ന ഈ അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസങ്ങളിൽ ഉൾപ്പെട്ട ദിവസമായിരിക്കണം അവരുടെ ഉലഹിയത്ത് ഇവിടെ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉലഹിയത്ത് അവിടെ നടത്തേണ്ടത് എന്ന മസാല നാം പ്രത്യേകം മനസ്സിലാക്കുക. ഉലഹിയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അതിന്റെ ഉദ്ദേശശുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് മഹലിൽ വാശി പിടിച്ച് അറുത്തുകൊണ്ട് അവരെക്കാൾ മുകളിൽ എന്റേത് ഞാനും അറുക്കുന്നുണ്ട്, അവരുടെ മൃഗത്തേക്കാൾ എന്റെ മൃഗം വലുതാണെന്നുള്ള അഹങ്കാരമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി, അള്ളാഹുവിന്റെ പൊരുത്തം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബാഇ, ഇബ്രാഹിമിയ മില്ലത്തിനോടുള്ള ഐക്യദാർഢ്യം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാം ഈ പുണ്യകർമ്മം നിർവഹിക്കുക എന്നതാണ്. പിന്നെ ഉലഹിയത്തിന്റെ മറ്റൊരു മസാല ഇതുമായി ബന്ധപ്പെട്ടത് പലരും ചോദിക്കാറുണ്ട്. ഉലഹിയത്തിന്റെ കൂട്ടത്തിൽ, ഉലഹിയത്ത് അറുക്കുന്നതിന്റെ കൂട്ടത്തിൽ പങ്കുചേരാമെന്ന് പറയുമ്പോൾ അഖീഖത്തും ഉലഹിയത്തും അതല്ലെങ്കിൽ മറ്റു വല്ല ഉദ്ദേശങ്ങളൊക്കെ പങ്കുചേർക്കാമോ എന്ന്. അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ഒരു മൃഗത്തിൽ 7 പേർക്ക് പങ്കുചേരാമെങ്കിൽ ഈ 7 പങ്ക് വ്യത്യസ്തമായ പങ്കുകളാക്കുന്നതിൽ തടസ്സമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളുടെ അഖീഖത്ത് അറുക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഒരു വിഹിതം അവരുടെ അഖീഖത്താണെന്ന ഉദ്ദേശത്തോടെയും, ഒരു വിഹിതം നമ്മുടെ ഉലഹിയത്തായും, ഒരു വിഹിതം ഭാര്യയുടെ ഉലഹിയത്തായും, അല്ലെങ്കിൽ ഒരു വിഹിതം മറ്റൊരാളുടെ ഉലഹിയത്തായും ഒക്കെ 7 ഷെയർ വരെ ഒരു വിഹിതം മാംസത്തിനായും നമുക്ക് പങ്കു ചേർന്നുകൊണ്ട്, അതായത് ഒരു ദീനീപരമായിട്ടുള്ള ഒരു പുണ്യകർമ്മം അല്ലാത്ത രീതിയിലുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു മാംസം എന്ന രീതിയിലും ഈ 7ൽ ഒരു വിഹിതത്തെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യമാണ്. വെറും മാംസമായിട്ട് ഒരു വിഹിതത്തെ നാം മാറ്റിവെക്കുന്നുവെങ്കിൽ ആ ഒരു വിഹിതത്തിൽ നിന്ന് ഉലഹിയത്തിന്റെ മാംസം നൽകാൻ പറ്റാത്തവർക്ക് നൽകാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഉലഹിയത്ത് അറുക്കുന്ന സമയത്ത് മൂർച്ചയുള്ള കത്തി കൊണ്ടായിരിക്കണം, തക്ബീറിന്റെ ധ്വനികൾ മുടക്കിക്കൊണ്ടായിരിക്കണം, ഖിബലയിലേക്ക് തിരിച്ചുകൊണ്ടായിരിക്കണം കിടത്തേണ്ടത്, ഒരു കൈ കെട്ടിബന്ധിക്കാതെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ അറവിൽ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ പരമാവധി സുന്നത്തുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ നാം നിർവഹിക്കുക. ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ ഏറ്റവും വലിയ ഒരു ഇബാദത്ത് ഉലഹിയത്താണ്. പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം, അതുപോലെ തന്നെ തക്ബീറുകൾ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ ഇതൊക്കെ നല്ല നീയത്തോടു കൂടി തന്നെ നമ്മൾ നിർവഹിക്കണം. ഏതായാലും നമ്മുടെ പുണ്യകർമ്മങ്ങളും ഉലഹിയത്തുകളും നമ്മുടെ നിസ്കാരങ്ങളും ഒക്കെ അള്ളാഹു അത് അർഹമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാനും അത് സ്വീകരിക്കപ്പെടുന്ന രീതിയിലായിത്തീരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവർക്കും ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.